ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനസ് ടോക്സ്. ചെറിയ വീഡിയോ ആണ്. യൂട്യൂബിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കൺമുന്നിൽ പെട്ട ഒരു വീഡിയോ ആണ്. അതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി, കണ്ടപ്പോൾ ഒന്ന് എടുത്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ ചെറിയ വീഡിയോ ആണ്, ഒരു 4-5-6 മിനിറ്റിനകത്ത് പോവും. പിന്നെ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തിട്ട് പെട്ടെന്ന് പോവാം. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ ഞാൻ കുറച്ച് ഇങ്ങനെ സൈഡിൽ കാണിച്ചു തരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന്റെ പുള്ളിക്കാരൻ MLA ആണല്ലോ. പുള്ളിക്കാരൻ MLA ഓഫീസിലിട്ട് BJP പ്രവർത്തകര് ഒരു മാർച്ച് നടത്തുവാണ്. ആ മാർച്ച് നടത്താനായിട്ട് നിൽക്കുന്ന BJP പ്രവർത്തകരാണ് അവിടെ ചുറ്റും കൂടി നിൽക്കുന്നത്. പുള്ളിക്കാരൻ ചാണ്ടി ഉമ്മൻ കൂളായിട്ട് കാരണം ചെന്ന്, മണ്ഡലത്തിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ, കണ്ടുപരിചയം കാണുമല്ലോ. പിന്നെ ഓപ്പോസിറ്റ് പാർട്ടിക്കാരില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയമൊക്കെ കാണും. ചെന്ന് കുശലമൊക്കെ ചോദിക്കുന്നു, തോളത്ത് തട്ടുന്നു. നല്ല കാര്യം. കാരണം ഒരു നേതാവ് ഇങ്ങനെ മാർച്ച് നടത്തുന്ന സമയത്ത്, തന്റെ ഓഫീസിന് നേരെ മാർച്ച് നടത്തിക്കൊണ്ട് മറ്റൊരു പാർട്ടിക്കാർ വരുന്ന സമയത്ത് ഫ്രീ ആയിട്ടും കൂളായിട്ട് സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് പോയി അവരടുത്ത് സംസാരിക്കുക, ഇടപഴകുകയൊന്നും ചെയ്യില്ല, ആരും ചെയ്യില്ല. പുള്ളിക്കാരൻ അത് ചെയ്യുന്നത് എനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. കാരണം ആരും അങ്ങനെ ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡിൽ കൂടെ ഏതെങ്കിലും സൈഡിൽ കൂടെ പോണ സമയത്ത് വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ കറുത്ത ഉടുപ്പിട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കറുത്ത തൊപ്പി വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ, പോലീസുകാരെ കൊണ്ടുവന്ന് പിടിച്ച് മാറ്റിയൊക്കെ തിടിപ്പിച്ച് മുട്ടുകയറ്റി ഇടിപ്പിക്കുന്ന ചില പാർട്ടിക്കാരുള്ള സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ, അങ്ങനെയുള്ള പാർട്ടിക്കാർ നിന്ന് പോകുന്ന സമയം വെച്ച് നോക്കുമ്പോൾ, പുള്ളിക്കാരന്റെ ഓഫീസിൽ തനിക്ക് നേരെ വരുന്ന മാർച്ചിന് വന്ന BJP പ്രവർത്തകരോട് പുള്ളിക്കാരൻ ഒരു സുഹൃത്തിനെ പോലെ, തങ്ങളിൽ ഒരാളെ പോലെ, അതാണല്ലോ പാർട്ടിക്കാരൻ അല്ലെങ്കിൽ ജനപ്രതിനിധി, നേതാവ് എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ ഒരാളെ പോലെ ചെന്ന് തട്ടിത്തടവി സ്നേഹത്തോടെ ചിരിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതേ പുള്ളിക്കാരൻ കാണിക്കുന്ന ഒരു വിനയം, സ്നേഹം, സൗഹൃദം, ആ ഒരു സംസാരം, ഇതെല്ലാം അതേ രീതിയിൽ ആ BJP പ്രവർത്തകരും കാണിക്കുന്നു. കണ്ടതിൽ സന്തോഷം തോന്നി. ഇങ്ങനെ ഒരു വീഡിയോ കണ്ടതിൽ സന്തോഷം തോന്നി. അവരും കാണിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചാണ്ടി ഉമ്മൻ സംസാരിച്ചിട്ട് തിരിഞ്ഞു പോകുന്ന സമയത്ത് മറ്റേ പാലം കിടക്കും വരെ നാരായണ, പാലം കിടന്നു കഴിഞ്ഞാൽ കൂരാണ എന്ന് പറഞ്ഞ കണക്ക് കൂക്കും വിളിയും ബഹളമൊക്കെ തുടങ്ങി. കണ്ടുപോക്ക്. അത് ശരിയായ നടപടിയല്ല. ഈ കാണിച്ച കോപ്രായങ്ങളുടെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇത്ര നേരം അയാളല്ലേ വന്ന് നിങ്ങൾ എവിടെ നിന്നല്ലേ സംസാരിച്ചു? ആ സമയത്ത് കിടന്ന് വെള്ളം വെച്ചൂടെ, വിളിച്ചൂടെ? ചുമ്മാണ് തലയിൽ ചാണകം കൊണ്ടെന്ന് പറയുന്നത് നിന്റെയൊക്കെ. ഇത്ര നേരം അയാൾ നിന്റെ അടുത്തൊക്കെയല്ലേ വന്ന് സംസാരിച്ചത്. അപ്പൊ ആ സംസാരിച്ച സമയത്ത് ഈ കൂക്കമളിയും വെള്ളമൊന്നും കണ്ടില്ലല്ലോ. അയ്യോ സാറേ, തൊഴുതപ്പം പെട്ട് കുനിഞ്ഞൊന്നും എടുത്തല്ല. അവൻ കൊണ്ട് പോയ സമയത്ത് പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ കിടന്ന് ഈ പട്ടി ഷോ എന്താ മീഡിയ കവറേജ് കിട്ടാനാണോ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒന്ന് മാർച്ച് നടത്തിയേ എന്ന് കാണിക്കാനായിട്ടാണ്? അതാ ഇനി പുള്ളിക്കാരൻ വന്ന് നടുക്ക് നിൽക്കുന്ന സമയത്ത് ബഹളം വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഇങ്ങനെ പോലീസുകാർ ലാത്തിക്ക് മൂട്ടിലിടിച്ച് കയറ്റുമെന്ന് വെച്ച് പേടിച്ചിട്ടായിരുന്നു. അത്രയ്ക്കുള്ള BJP-ക്കാരൊക്കെ ധൈര്യം. പുള്ളിയെ പോയിട്ട് തിരിഞ്ഞ ഉടനെ പോടാ ഇല്ലേ എമ്മന്റെ അത് കാണിച്ച് തെണ്ടിത്തരുള്ളൂ, തൊട്ടിത്തരുള്ളൂ. അങ്ങനെ എത്ര നേരം നിന്റെയൊക്കെ ഇടയിലല്ലേ ഇടതുന്നത്? ഇത്ര നേരം നിന്റെയൊക്കെ വായിൽ പഴമായിരുന്നു. ഇങ്ങനെ കൊണ്ട് തിരിഞ്ഞപ്പോ കിടന്ന് ഷോ കാണിക്കുന്നു. ചാണകം എന്നാകണം ചുമ്മാ അല്ലല്ലേ തലയിൽ ചാണകവും തലച്ചോറ് ചന്തിയിലും. മനസ്സിലായി? ഓ, ചാണകങ്ങളുടെ ആ ഒരു വിളിയും ബഹളമൊക്കെ കഴിഞ്ഞു. അടുത്തായിട്ട് വേറൊരു വീഡിയോ കൂടെ, ഈ ഒറ്റ വീഡിയോ കൂടെ ഇതൂടെ പൊത്തിക്കും. നിസ്കരിക്കണം, ക്യാമ്പിലാണ്. നിസ്കരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് നിസ്കരിക്കണ്ട വേണ്ടാന്ന് കുട്ടികളോട് അധ്യാപകൻ പറയുന്നു. മുസ്ലിം കുട്ടികൾ നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ നിസ്കരിക്കണ്ട, നിങ്ങൾ നിസ്കരിക്കാൻ പോകണ്ട എന്ന്
പഠിപ്പിക്കുന്ന അധ്യാപകൻ പറയുന്നു. അപ്പൊ മുസ്ലിംസ് ഉണ്ടായിരുന്ന NSS ക്യാമ്പില്. അപ്പോഴത്തേക്ക് നിസ്കരിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞതെന്നാ നിസ്കരിക്കാനുള്ള സ്ഥലമല്ല, നിസ്കരിക്കാനാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നൂടെ. പക്ഷെ ക്ലാസിന്റെ ഇടയ്ക്കോ അങ്ങനെയൊന്നും അല്ല ചോദിച്ചത്. വിദ്യാർത്ഥികൾക്ക് 10 മിനിറ്റ് ബ്രേക്ക് കൊടുക്കും, ക്യാമ്പിന് ചായ കുടിക്കാനും അവർക്ക് റിഫ്രഷ്മെന്റിനും കൊടുക്കും. ആ സമയത്ത് പോയി നിസ്കരിക്കാനാണ് ചോദിച്ചത്. അത് മാത്രമല്ല, ആ ഒരു ഇത് വെച്ചിട്ട് എക്സാം ഹാളിലും ആ വിദ്യാർത്ഥിനിയെടുത്ത് അങ്ങേര് മോശമായി തന്നെ പെരുമാറി. ആ ഒരു ഇത് വെച്ചിട്ടാണെന്നും എല്ലാവർക്കും അവിടെ നിന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്തരം ഒരു പരാമർശം ഉണ്ടായതിനു ശേഷം ആ സമയത്ത് പ്രതികരണം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായോ? അപ്പോ പ്രതികരണം അത് ആ സമയം ഞങ്ങളൊരു വിദ്യാർത്ഥികൾ ഒരു 5 പേര് മാറിയിരുന്നിരുന്നു. ഈ പ്രശ്നം നടക്കുന്ന സമയം ഒരു ക്യാമ്പില് ഒരു സെഷൻ നടക്കുമ്പോഴാണ് ഇത് പ്രശ്നമാവണത്. അപ്പോൾ ഞങ്ങൾ മാറിയിരുന്നു. അതിനെ തുടർന്നാണ് സാറിന് ഞങ്ങളോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് ഉൾപ്പെടെ വെച്ചിട്ട് ഒരു വിദ്യാർത്ഥികളെ എല്ലാരും പിടിച്ചിരുത്തിയിട്ട് ഞങ്ങളുടെ അടുത്ത് സോറി പറയണം, ഞങ്ങൾ സാറിനോട് പരാതി പറഞ്ഞതിന് ശേഷം അല്ലേ? അതെ. കൂടാതെ ലൈക്ക് എന്റെ പേരന്റ് വന്നിരുന്നു, എന്റെയും വേറൊരു കുട്ടിയുടെയും പേരന്റ് വന്നിരുന്നു. പേരന്റ്സ് വന്നിട്ട് പോലും പറയുന്നില്ല ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ആരോടും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്നോടൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല ഞങ്ങൾ എടുത്തെടുത്ത് ചോദിച്ചു. ഇവിടെ പലരും പറയുന്നു, ഇവിടെ പല ടീച്ചേഴ്സും പറയുന്നത് സാറിന്റെ സ്ലാങ്ങിന്റെ പ്രശ്നമാണ്, സാർ തമിഴ്നാട് ബോർഡറാണ്, അതുകൊണ്ട് സ്ലാങ്ങിന്റെ പ്രശ്നമാണെന്ന് പറയുന്നു. അപ്പൊ ഞങ്ങൾ എടുത്തെടുത്ത് സാറിന് ചോദിച്ചു, സാറിന് ഇപ്പോഴും അത് തെറ്റായിട്ട് തോന്നുന്നില്ലേ? ഞങ്ങളൊരു 7-8 വട്ടം എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും, പേരന്റ്സ് ഉൾപ്പെടെ. എന്നിട്ട് സാറിന് തെറ്റല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഇതിന്റെ കമന്റ് നോക്കുന്ന സമയത്ത് മുസ്ലിംസ് വന്ന് ആ കുട്ടിയെ അനുകൂലിച്ച് സംസാരിക്കുന്നു. ഹിന്ദുസ് എന്ന് പറയുന്നില്ല, വിവരം കെട്ട കുറെ ഹിന്ദുക്കൾ വന്നിട്ട് അധ്യാപകരോടൊപ്പം, അധ്യാപകൻ കറക്റ്റാണ്, പഠിക്കാൻ ചെന്നാൽ പഠിക്കണം, മറ്റേത് മറിച്ചത് ചപ്പു ചവറ്. ഒറ്റ ഒരു കാര്യം പറയാം, ഇത് മതേതര രാജ്യമാണ്, എസ്പെഷ്യലി കേരളമാണ്. ഇവിടെ വർഗീയത അങ്ങനെ വേറെയുള്ള ആൾക്കാരും വെച്ച് പുലർത്തത്തില്ല. പറഞ്ഞ് തന്നെ അടിച്ച് ചെവിക്കലെതിരിക്കും. ഏവനായാലും ഏത് തന്തയുടെ മോനായാലും അടിച്ച് ചെവിക്കലെതിരിക്കും. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരാണ്. നിങ്ങളുടെയൊക്കെ അടുത്തുനിന്ന് വർഗീയത വന്നു കഴിഞ്ഞാൽ പിന്നെ നീയൊക്കെ പഠിപ്പിക്കുന്ന പിള്ളേര് ഇതിന്റെ അപ്പുറമല്ലേ കാണിക്കത്തുള്ളൂ. ഒരു ക്യാമ്പാണ്. ക്യാമ്പിന്റെ സമയത്ത് പല മതത്തിലുള്ള ആൾക്കാർ കാണും, അവർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ കാണും. ക്യാമ്പ് എന്ന് പറയുമ്പോൾ രാവിലെ വന്നിട്ട് വൈകിട്ട് വീട്ടിൽ പോകുന്ന പരിപാടിയല്ല. 1, 2, 5, 10 ദിവസം ചിലപ്പോൾ അവിടെ നിൽക്കേണ്ടി വരും ആ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത്. അപ്പൊ അവർക്ക് അവരുടെ റിലീജിയനിലുള്ള, അവരുടെ വിശ്വാസത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയണ്ടെന്ന് പറയാൻ പഠിപ്പിക്കുന്ന അധ്യാപകന് ഒരു അവകാശമില്ല. അപ്പൊ അതിൻ്റെ ഇടയിലാണ് കുറെ അച്ചിലൂക്കി പുണ്ടാട് വന്നിട്ട് അധ്യാപകന്റെ കൂടൊപ്പം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നീ പറഞ്ഞാൽ കൂടി പോകും. പിന്നെ ഞാനും വർഗീയവാദിയാവും. അപ്പൊ ഇങ്ങനത്തെ ഉള്ള അധ്യാപകന്മാരോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ വർഗീയത അഥവാ വിഷം തുപ്പിക്കഴിഞ്ഞാൽ നീയൊക്കെ പഠിപ്പിക്കുന്ന പിള്ളേർ അതിന്റെ ഇരട്ടിയായിട്ട് ഡബിളായിട്ട് തുപ്പും. വളർന്നു വരുന്ന ഒരു തലമുറ വർഗീയത പറഞ്ഞ് ജാതിയുടെ മതത്തിന്റെ ബെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചാവും. അപ്പൊ ഇങ്ങനെ ഈ ജാതി മതമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങുന്നതെന്നുള്ളത്. രാജിവെച്ച് പോകണം, നീ ഒന്ന് പഠിപ്പിക്കാനെന്ന് പറഞ്ഞല്ലേ. നീയൊന്നും അധ്യാപകന്മാരായിട്ട് നിന്നെ കൂട്ടാനേ കൊള്ളത്തില്ല. കാരണം റെസ്പെക്ട് യുവർ റിലീജിയൻ ആൻഡ് എവറി അതർ റിലീജിയൻസ്. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സാറന്മാർ ഇങ്ങനത്തേക്കുള്ള സാറന്മാരൊന്നും എടുത്ത് നോക്കണം. അതിനകത്ത് റെസ്പെക്ട് അവർ റിലീജിയൻസ് എന്ന് പറഞ്ഞൊരു പോയിന്റ് കിടക്കുന്നുണ്ട്. അധ്യാപകന്മാര് മാത്രമല്ല, ഈ കമന്റ് വന്ന് കൊണക്കുന്ന പട്ടികളുണ്ട്, അവന്മാരുടെ അടുത്ത് നോക്കണം. റെസ്പെക്ട് അവർ റിലീജിയൻസ്, അതായത് നമ്മള് മറ്റു മതക്കാരെ റെസ്പെക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ മതത്തിനെയും ബാക്കിയുള്ള റെസ്പെക്ട് ചെയ്യും. മതത്തിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല, നമ്മള് ബേസിക് മാനേഴ്സ് ആണ്. നമ്മളൊരാൾക്ക് റെസ്പെക്ട് ചെയ്ത് ഗിവ് ആൻഡ് ടേക്ക് ആണ് റെസ്പെക്ട് എന്ന് പറയുന്നത്. നമ്മളൊരാൾക്ക് റെസ്പെക്ട് എടുത്ത് തന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. അതേപോലെ നമ്മുടെ കൂടെ ഉള്ളവരുടെ മതത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ മതത്തിനെ അവർ റെസ്പെക്ട് ചെയ്യും. ഓരോരുത്തർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. എനിക്ക് എന്റെ വിശ്വാസം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം. ഞാൻ ആ വിശ്വാസത്തിനെയും കളിയാക്കാനും കുറ്റപ്പെടുത്താനും വരുന്നില്ല, എന്റെ അതിനും വരണ്ട. പിന്നെ അന്തം വിട്ട അന്ധവിശ്വാസങ്ങളും കോപ്പറങ്ങളും കാണുമ്പോൾ അത് പറയും. അപ്പൊ നീ അന്ന് ഇങ്ങനെ അതിനെ കളിയാക്കില്ല എന്ന് വെച്ചാൽ എന്റെ വായിരിക്കുന്ന കേൾക്കും. അത് വേറൊന്നുമില്ല, അല്ലാതെ വേറൊന്നുമില്ല, കേട്ടോണ്ട് പോകാനെന്ന് വെച്ചാൽ. അപ്പൊ നമ്മള് മറ്റുള്ളവരെ ബഹുമാനിക്കുക, അപ്പൊ നമ്മൾ തിരിച്ച് ബഹുമാനിക്കും. പിന്നെ നമ്മൾ ബഹുമാനം കൊടുത്തിട്ട് നമുക്ക് ബഹുമാനം തിരിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തുപ്പി കവർ കെട്ടി എറിയുക. ഇത്രേ ഉള്ളൂ. ഞാനും വട്ടിയൂർക്കാവ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു NSSന്റെ ക്യാമ്പിന് പോയായിരുന്നു. അത് ക്രിസ്മസ് അവധിക്കായിരുന്നു. 2021 22 ക്രിസ്മസ് 21 ക്രിസ്മസിൽ ക്രിസ്മസ് അവധിക്കായിരുന്നു. അവിടെ അപ്പം വട്ടിയൂർക്കാവ്
എന്ന് പറയുമ്പോൾ ആ സ്കൂളിലൂടെ നമ്മള് മുസ്ലിംസ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, ഹിന്ദുസ് ഉണ്ടായിരുന്നു, എല്ലാ ടൈപ്പ് കുട്ടികളും നമ്മളവിടെ NSS ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് നമ്മളെല്ലാരും കൂടെ ചേർന്ന് അവിടെ ക്രിസ്മസിന്റെ കാര്യങ്ങളും കേക്കും കാര്യങ്ങളും പുൽക്കൂട് കോപ്പും എല്ലാരും ഡെക്കറേറ്റ് ചെയ്തു. നൈറ്റ് നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി റൂമൊക്കെ നമ്മുടെ ഹിന്ദു ഫ്രണ്ട്സും ക്രിസ്ത്യൻ ഫ്രണ്ട്സും കൂടെ നമുക്ക് റെഡിയാക്കി തന്നു. മുസ്ലിംസ് കുട്ടിയൊക്കെ റെഡിയാക്കി കൊടുത്തു. ഹിന്ദുസ് അവര് വിളക്കെത്തിച്ച് പ്രാർത്ഥിച്ചതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും അവർക്ക് അവരുടേതായ ഇതുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളെല്ലാവരും ഒത്തൊരുമയിലാണ് നിന്ന് ചെയ്തത്. അങ്ങനെയാണ് ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു സ്കൂള് എന്ന് പറയുന്ന സാധനമൊക്കെ കൊണ്ടുപോകേണ്ടത്. അതിന് മേൽനോട്ടം വഹിക്കുന്ന അധ്യാപകരും അങ്ങനെ ആയിരിക്കണം. എന്നാലേ ഈ ഇതിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിലോട്ട് വളർന്നു വരുന്ന കുട്ടികളും അതേപോലെ ആയിരിക്കും. അല്ലാതെ പാച്ചാൻ വന്നല്ലേ നീ നിന്റെയൊക്കെ വിശ്വാസം എടുത്തിട്ട് നിസ്കരിക്കണ്ട, അല്ലെങ്കിൽ നീ ഒന്ന് വിളക്കെത്തിക്കണ്ട, അല്ലെങ്കിൽ നീ ഒന്ന് കുർബാനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. പിന്നെ നീ ഈ മറ്റേ മകന്മാരെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ ആരുടെ മനസ്സിലായാലും തോന്നിപ്പോകും. സോ മതം പറയരുത്, വർഗീയത തുപ്പരുത്, വിഷം കുത്തി വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ് ഫ്രം ഷാനു സ്റ്റോക്സ്. See you in the next video. Until then, bye bye.